ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a sudden jump between the values of second and third ionization energies of element would be associated with the electronic configuration. എന്നിട്ട് കുറച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന ഇതാണ്, സെക്കൻഡ് അയണൈസേഷൻ എനർജിയും തേർഡ് അയണൈസേഷൻ എനർജിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ അത് നിങ്ങൾ ചെയ്യാനായിട്ട് സെക്കൻഡ് തേർഡ് അയണൈസേഷൻ എനർജി എന്താണെന്ന് നമ്മൾ അറിയണം. ഇപ്പോ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റിൽ നിന്ന് കുറച്ച് എനർജി കൊടുത്തപ്പോഴേക്കും ഒരു ഇലക്ട്രോൺ വെളിച്ചാടി, അത് എക്സ് പ്ലസ് ആയിട്ട് മാറി. ഇനി എക്സ് പ്ലസിൽ നിന്ന് കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ വെളിച്ചാടും, അത് എക്സ് ടു പ്ലസ് ആയിട്ട് മാറും. എക്സ് ടു പ്ലസിൽ നിന്ന് കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ വെളിച്ചാടിയിട്ട് അത് എന്തായിട്ട് മാറും, എക്സ് ത്രീ പ്ലസ് ആയിട്ട് മാറും. ഇങ്ങനെ കുറേശ്ശെ എനർജി കൊടുക്കുമ്പോൾ ഓരോ ഇലക്ട്രോൺ ആയിട്ട് വെളിയിൽ വരും. ഈ ഓരോ തവണയും കൊടുക്കുന്ന എനർജിയെ നമ്മൾ ആദ്യം കൊടുക്കുന്ന എനർജിയെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കും, രണ്ടാമത് കൊടുക്കുന്ന എനർജിയെ സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കും, മൂന്നാമത് കൊടുക്കുന്ന എനർജിയെ നമ്മൾ തേർഡ് അയണൈസേഷൻ എനർജി എന്നാണ് വിളിക്കുന്നത്. ഓർക്കുക, ഒരു ന്യൂട്രൽ ആറ്റത്തിനെ യൂണി പോസിറ്റീവ് അയണാക്കി മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. യൂണി പോസിറ്റീവ് ഒരു പോസിറ്റീവ് ആണ്, ഒരു പോസിറ്റീവ് അതുള്ള അയണം. ഒരു യൂണി പോസിറ്റീവ് അയണിനെ ഒരു ഡൈ പോസിറ്റീവ് അയണാക്കി മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. ഒരു ഡൈ പോസിറ്റീവ് അയണിനെ ഒരു ട്രൈ പോസിറ്റീവ് അയണാക്കി മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് നമ്മൾ തേർഡ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അതായത് ഓരോ ആറ്റത്തിൽ നിന്ന് ഓരോ ഇലക്ട്രോൺ പോകുമ്പോൾ അത് ഓരോരോ പാർട്ടിക്കിൾ ആയിട്ട് മാറും. എക്സിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ അത് എക്സ് പ്ലസ് ആവും, എക്സ് പ്ലസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ എക്സ് ടു പ്ലസ് ആവും, എക്സ് ടു പ്ലസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ അത് എന്താവും, എക്സ് ത്രീ പ്ലസ് ആവും. എപ്പോഴും ഓർത്തോളുക, എപ്പോഴും കൂടുതൽ എന്ന് പറയുന്നത് തേർഡ് അയണൈസേഷൻ എനർജി ആയിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ട്. തേർഡ് അയണൈസേഷൻ എനർജി സെക്കൻഡ് അയണൈസേഷൻ എനർജിയെക്കാളും കൂടുതലായിരിക്കും, അതിനേക്കാളും കുറവായിരിക്കും ഏതെന്ന് പറയുന്നത് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. കാരണം സൈസ് അയണൈസേഷൻ എനർജിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓരോ ഇലക്ട്രോൺ ആയിട്ട് പോകുമ്പോൾ സൈസ് കുറഞ്ഞു വരികയാണ്. എക്സ് പ്ലസിനേക്കാൾ സൈസ് കുറവാണ് എക്സ് ടു പ്ലസിന്, എക്സ് ടു പ്ലസിനേക്കാൾ സൈസ് കുറവാണ് എക്സ് ത്രീ പ്ലസിന്. അപ്പൊ സൈസ് കുറഞ്ഞു വരികയാണ്. സൈസ് കുറയുമ്പോൾ അയണൈസേഷൻ എനർജി കൂടും. അതാണ് ഡെൽറ്റ എച്ച് വണ്ണിനേക്കാളും കൂടുതൽ ഡെൽറ്റ എച്ച് ടു ആണെന്ന് പറഞ്ഞത്. ഡെൽറ്റ എച്ച് ടുവിനേക്കാളും കൂടുതലാണ് ഡെൽറ്റ എച്ച് ത്രീ. ക്ലിയർ ആണോ? ഇനി നമ്മള് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. കുറച്ച് എലമെന്റ്സ് അവർ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p2. ലാസ്റ്റത്തെ മാത്രം നമുക്ക് മതി. ലാസ്റ്റത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം മതി, ഇതൊന്നും വേണ്ട, നമുക്ക് അവസാനം എഴുതുന്നത് മാത്രം മതി. അപ്പൊ എ എന്ന് പറയുന്നത് 2s2 3s2 3p2 ആണ് വരുന്നത്. ബി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുന്നത് 2p6 3s2 എന്നാണ്. സിയുടെ ഓപ്ഷനിൽ ലാസ്റ്റ് വരുന്നത് 2p6 3s1 എന്നാണ്. ഡി ഓപ്ഷനിൽ വരുന്ന ലാസ്റ്റ് വരുന്നത് 3s2 3p1 എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, ഇവിടുന്ന് സെക്കൻഡ് അയണൈസേഷൻ എനർജിയും തേർഡ് അയണൈസേഷൻ എനർജിയും തമ്മിൽ ലാർജ് ഡിഫറൻസ് വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ 3p1 ആവും. സെക്കൻഡ് അയണൈസേഷൻ എനർജി തേർഡ് അയണൈസേഷൻ എനർജി എന്ന് വെച്ചാൽ എന്താ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു. ആദ്യം ഒരു ഇലക്ട്രോൺ കളയും, പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇലക്ട്രോൺ കളയുന്നതാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി തേർഡ് അയണൈസേഷൻ എനർജി. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ആദ്യം പോകുന്നു, അത് ഇപ്പൊ 3p1 ആവും. പിന്നെ സെക്കൻഡ് അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടത് ആരെ കളയാൻ വേണ്ടിയിട്ടാണ്, 3p1ൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയാനാണ്. തേർഡ് അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടത്, ഫസ്റ്റ് അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടത് 3p2ലെ ഇലക്ട്രോണിനെ കളയാനാണ്. സെക്കൻഡ് അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടത് 3p1ലെ ഇലക്ട്രോണിനെ കളയാനാണ്. തേർഡ് അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടത് 3s2ൽ നിന്ന് ഇലക്ട്രോണിനെ കളയാനാണ്. കാരണം 3pയിലെ 2 ഇലക്ട്രോണും പോയിട്ട് 3sൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയാനാണ് തേർഡ് അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടത്. ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടത് 3s2ൽ നിന്ന് ഒരു ഇലക്ട്രോൺ, ആദ്യത്തെ ഇലക്ട്രോണിനെ കളയാനാണ്. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ 3s1 ആവും. അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. ഇനി
തേർഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ 2p6 ഇത് രണ്ടെണ്ണം പോയി, മൂന്നാമത്തെ ഇലക്ട്രോൺ 2p എന്നാ പോകുന്നത്. 2p6ൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് തേർഡ് അയണൈസേഷൻ എനർജി. ഇവിടുത്തെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് 3s1ൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയണം. അത് പോയി കഴിഞ്ഞാൽ ബാക്കി 2p6ലാണ് ഇലക്ട്രോൺ ഉള്ളത്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയാൻ വേണ്ടി കൊടുക്കുന്ന എനർജി സെക്കൻഡ് അയണൈസേഷൻ എനർജി. ഇനി അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 2p5, ആ 2p5ൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് തേർഡ് അയണൈസേഷൻ എനർജി. ഇനി ഇവിടെ ആദ്യ ഇലക്ട്രോൺ പോകുന്നത് 3p1ൽ നിന്നാണ്. ഈ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 3s2, അതിൽ നിന്ന് ഒരെണ്ണോടെ പോയി കഴിഞ്ഞാൽ ബാക്കി 3s1. അപ്പൊ നോക്കുക, ഇത് നമ്മൾ തൽക്കാലം നോക്കണ്ട, സെക്കൻഡും തേർഡും അയണൈസേഷൻ എനർജി മാത്രം നോക്കിയാൽ മതി. സെക്കൻഡും തേർഡും അയണൈസേഷൻ എനർജി നോക്കുക. ഇവർ തമ്മിൽ ലാർജ് ഡിഫറൻസ് വരുന്നത് ഏതിലാണ് എന്നാണ് ചോദ്യം. ലാർജ് ഡിഫറൻസ് വരുന്നത് ഇപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ഈ കേസ് നോക്കാം. ഈ കേസ് ഏതായിരിക്കും ഇവിടെ ലാർജ് ഡിഫറൻസ് വരുന്നത് ഏതിലായിരിക്കും? സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ, ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ കളയാൻ വേണ്ടി ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. ഫുള്ളി ഫിൽഡോ ഹാഫ് ഫിൽഡോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ പി ഓർബിറ്റലിനെ ബേസ് ചെയ്താണ് നമ്മൾ ഹാഫ് ഫിൽഡ് പറയുന്നത്. മുഴുവൻ നിറഞ്ഞ ഓർബിറ്റൽ കോൺഫിഗറേഷൻ അത് നോക്കിയാൽ മതി. മുഴുവൻ നിറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുത്താലേ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏതാണ് സെക്കൻഡ് തേർഡ് തമ്മിൽ ലാർജ് ഡിഫറൻസ് വരുന്ന ഏതാണ്? ഇവിടെ നോക്ക്, ഇവിടെ ഇലക്ട്രോണിനെ കളയുന്നത് 3p എന്നാണ്. കുറച്ച് എനർജി കൊടുത്താൽ മതി, കാരണം അതിൽ p ഒരു ഇലക്ട്രോണേ ഉള്ളൂ. 3s2, 3sന് വലിയ എനർജി ഒന്നുമില്ല. 3sലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനും കുറച്ച് എനർജി കൊടുത്താൽ മതി. അപ്പൊ ഇത് രണ്ടും കുറച്ച് എനർജി കൊടുത്താൽ മതി. അപ്പൊ അതിൽ നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ വാല്യൂ ആയിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ 3sൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയണം, അതിന് കുറച്ച് എനർജി കൊടുത്താൽ മതി, കാരണം 3sലെ ഇലക്ട്രോണുകൾ ഒരു ഇലക്ട്രോൺ വന്നത് സ്റ്റേബിൾ അല്ല. അടുത്ത 2p6 ആണ്. 2p6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3sൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി കൊടുത്താൽ, അതായത് സെക്കൻഡ് അയണൈസേഷൻ എനർജി കുറച്ച് കൊടുത്താൽ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. 2p6 എന്ന് വെച്ച് കഴിഞ്ഞാൽ p ഓർബിറ്റൽ ഫുള്ളി ഫിൽഡ് ആണ്. ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ ഒരുപാട് എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. ഫുള്ളി ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. അതായത് തേർഡ് അയണൈസേഷൻ എനർജി ഇവിടെ വളരെ കൂടുതലാണ്. സെക്കൻഡ് അയണൈസേഷൻ എനർജി വളരെ കുറവാണ്, തേർഡ് അയണൈസേഷൻ എനർജി വളരെ കൂടുതൽ. ഇപ്പൊ സെക്കൻഡ് അയണൈസേഷൻ എനർജി 10 കിട്ടുന്നു, തേർഡ് അയണൈസേഷൻ എനർജി ഒരു 100 കിട്ടുന്നു. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് 90, ഒരു വലിയ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ ഓർത്തോണം, ഇവിടുത്തെ സെക്കൻഡ് അയണൈസേഷൻ എനർജിയും തേർഡ് അയണൈസേഷൻ എനർജി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അടുത്ത കേസിൽ നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർ ആയി. ഇവിടെ 2p6, ഇവിടെ 2p5 ആണ്. ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ളതിൽ നിന്നാണ് ഇലക്ട്രോണിനെ കളയേണ്ടത്. സ്റ്റേബിൾ ആയിട്ടുള്ളതിൽ നിന്ന് ഇലക്ട്രോണിനെ കളയണം. ഇതിന് നല്ല എനർജി കൊടുക്കേണ്ടി വരും. 2p5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം അടുത്തുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഇവിടെ എത്രയാണ് കൊടുക്കുന്നത് അതിന്റെ അടുത്ത എനർജി തന്നെയായിരിക്കും ഇവിടെയും കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടിനും ഏകദേശം സെയിം വാല്യൂ വരും. സെയിം വാല്യൂ ആണ് വരുന്നതെങ്കിൽ ഡിഫറൻസ് ചെറുതായിരിക്കും. ഇവിടെ 3s2 ന്നും 3s1 നിന്നൊക്കെ ഇലക്ട്രോണെ കളയാൻ വേണ്ടി കുറേശ്ശെ എനർജി കൊടുത്താൽ മതി, കാരണം രണ്ട് സ്റ്റേബിൾ അല്ല. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ബിയിലാണ് 3s1ൽ നിന്ന് ഇലക്ട്രോണെ കളയാൻ വേണ്ടി കുറച്ച് എനർജി കൊടുത്താൽ മതി. 2p6 നിന്നാണ് ഇലക്ട്രോണെ കളയണമെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. സോ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു വലിയ നമ്പർ തന്നെ വരും. അതാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡും തേർഡ് അയണൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് വലിയ വില വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ കണ്ടുപിടിക്കാൻ പാടുള്ളൂ. ഇപ്പോ 3s 2p ഒരെണ്ണം ഇലക്ട്രോൺ നിറയാത്തത്, ഒന്ന് 2p ഫുള്ളി ഫിൽഡ് ആണ് വരണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും, കൂടുതൽ എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. ക്ലിയർ ആണോ? ഉത്തരം ഇവിടെ വരുന്നത് ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പീരിയോഡിക് ടേബിൾ the increase in the atomic number of the element in a period, the ionization energy decreases, generally increases, first decreases then increases, first increases then decreases. ഏതാണ് ഉത്തരം വരുന്നത്? പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അറ്റോമിക് നമ്പർ കൂടി വരികയാണ്. അപ്പൊ അയണൈസേഷൻ എനർജി കുറയോ കൂടും എന്നുള്ളതാണ് ചോദ്യം. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ സൈസ് കുറയാണ്. അപ്പൊ അയണൈസേഷൻ എനർജി കൂടുകയോ കുറയോ എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം?
അയണൈസേഷൻ എനർജി കൂടി വരികയാണ്. അയണൈസേഷൻ എനർജി കൂടി വരികയാണ് കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും സൈസ് കൂടുന്നു, അയണൈസേഷൻ എനർജി കുറയുന്നു. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും സൈസ് കുറയുന്നു, അയണൈസേഷൻ എനർജി കൂടുന്നു. അത് ഓർക്കുക. ഇപ്പൊ ഇവിടുത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് 1 മെറ്റൽസ് ഇൻ എ ഗ്രൂപ്പ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ. ഇതും ഡയറക്റ്റ് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഒന്നാമത്തെ ഗ്രൂപ്പിലെ മെറ്റലുകൾ ഓർഡറിനെ അറേഞ്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഫസ്റ്റ് ഗ്രൂപ്പിലെ മെറ്റലുകൾ ഓർഡറിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഓർഡറിനെ പറയാം. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റുകൾ പറഞ്ഞേ, ഏതാണ് ഓപ്ഷൻ വരുന്നത്? എ ആണ് ഉത്തരം വരുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബിഡിയം, സീഷ്യം, ഫ്രാൻസിയം. എ ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി സൈസ് ഓഫ് ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയെ കറക്റ്റ് അതിന്റെ സൈസിൽ അടുക്കി വെക്കാൻ പറയാണ്. Ca2+, Ar, K+, Cl-, S2-. ഇവയ്ക്ക് ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ആ കോമൺ പ്രോപ്പർട്ടി? കാൽഷ്യം 2+നും ആർഗണിനും K+നും Cl-നും S2- ഉള്ള കോമൺ ആയിട്ടുള്ള പ്രത്യേകത എന്താണ്? ഐസോ ഇലക്ട്രോണിക് ആണ്. എല്ലാത്തിലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്. അതായത് കാൽഷ്യം Ca2+, നോക്കാം. Ca2+, K+, Ar, പിന്നെ ഏതൊക്കെ ഉണ്ട്? Ar, Cl-, S2-. Ar- ഇല്ലല്ലോ, Ar ഉള്ളൂ. ഓക്കെ, കാൽഷ്യത്തിൽ 20 ഇലക്ട്രോൺ ഉണ്ട്. 2+ എന്ന് നോക്കുമ്പോൾ 2 പോയി, സോ -2, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഇലക്ട്രോൺ. പ്ലസ് എന്ന് പറഞ്ഞാൽ പോയി എന്നും മൈനസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യും വേണം. പ്ലസ് എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അത്രയും നമ്മൾ മൈനസ് ചെയ്യണം, മൈനസ് എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അത്രയും ഇലക്ട്രോൺസ് നമ്മൾ പ്ലസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ചിന്തിച്ചാൽ മതി. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. ഒരു പ്ലസ് ഉണ്ട്, സോ 1 ഇലക്ട്രോൺ പോയി. 19 - 1, 18 ഇലക്ട്രോൺ. ആർഗണിൽ 18 ഇലക്ട്രോൺ ഉണ്ട്, ചിഹ്നമൊന്നുമില്ല, സോ ആർഗൺ 18 ഇലക്ട്രോൺ. Cl-ല് 17 ഉണ്ട്, ഒരു മൈനസ് എന്ന് കിടക്കുകയാണ്, സോ +1 ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഇലക്ട്രോൺ. സൾഫറില് 16, 2 മൈനസ് 2 കിട്ടി, സോ 16 + 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഇലക്ട്രോൺ. ഇവിടെ മൈനസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്ലസ് ചെയ്യണം, പ്ലസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മൈനസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇതിലെല്ലാം സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള എല്ലാ ആൾക്കാരും നമ്മൾ വിളിക്കുന്ന പേര് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ്. അപ്പൊ ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് സൈസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ നമ്മൾ സൈസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ചാർജ് ഉള്ളവനാണ് ഏറ്റവും വലിയ സൈസ്. അതിനേക്കാളും കുറവ് ന്യൂട്രൽ, അതിനേക്കാളും കുറവ് പോസിറ്റീവ്. അപ്പൊ ഈ ഒരു ഓർഡർ ഓർത്ത് ചെയ്യണം. നെഗറ്റീവിന് ഏറ്റവും വലിയ സൈസ്, നെഗറ്റീവിന് ഏറ്റവും വലിയ സൈസ്, ന്യൂട്രലിന് സൈസ് കുറവ്, അതിനേക്കാളും കുറവ് സൈസാണ് പോസിറ്റീവിന് വരുന്നത്. അപ്പൊ നെഗറ്റീവ് വരുമ്പോൾ Cl- S2- വരും. വലിയ സൈസ് ഉള്ളത് S2- ആണ്. സോ S2- ഏറ്റവും വലിയ സൈസ്, അതിനേക്കാളും കുറവ് Cl-ന്, അതിനേക്കാളും കുറവ് ആർഗണിന്, അതിനേക്കാളും കുറവ് K+ന്, അതിനേക്കാളും കുറവ് Ca2+. അപ്പൊ ഓർത്തിരിക്കുക, മൈനസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും വലിയ സൈസും, പ്ലസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും ചെറിയ സൈസും ആയിരിക്കും. മൈനസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും വലിയ സൈസും, പ്ലസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും ചെറിയ സൈസും ആയിരിക്കും. ക്ലിയർ ആണ് അവിടെ? ഇതിൽ ഓപ്ഷൻ വരുന്നത്
ബി ഓപ്ഷൻ ആണ് ഇവിടെ ഉത്തരം വരുന്നത്. Ca2+, K+, Ar, Cl- H2-. ബി ഓപ്ഷൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് രണ്ട് എലമെന്റുകളാണ് വിച്ച് ഓഫ് ദ ടു എലമെന്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ വിച്ച് ഓഫ് ദ ടു എലമെന്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ would you expect to combine in the most violent fashion? താഴെ തന്നിരിക്കുന്ന രണ്ട് എലമെന്റുകൾ, ഓരോ ഓപ്ഷനിലെയും രണ്ട് എലമെന്റുകൾ പരസ്പരം ചേർന്ന് കോമ്പൗണ്ടുകളാകുന്നു. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നൊരു കോമ്പൗണ്ട് ആവുന്നു, ClOFും ചേർന്നൊരു കോമ്പൗണ്ട് ആവുന്നു, MgNും ചേർന്ന് കോമ്പൗണ്ട് ആവുന്നു, CSOFും ചേർന്ന് കോമ്പൗണ്ട് ആവും. ഏത് കോമ്പൗണ്ട് ആണ് വയലന്റ് ഫാഷനിൽ റിയാക്ട് ചെയ്യുന്നതാണ് ചോദ്യം. ആ ക്വസ്റ്റ്യനെ ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. വയലന്റ് ഫാഷനിൽ റിയാക്ട് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് വസ്തുക്കൾ ഏതൊക്കെയെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അയണിക് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളൂ. വയലന്റ് ഫാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിക് ബോണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അയണിക് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ കഴിവുള്ള രണ്ട് എലമെന്റുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉത്തരം എഴുതാനായിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എപ്പോഴും ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകൾ 16, 17 ഗ്രൂപ്പ് എലമെന്റുകൾ 15, 16, 17 ഗ്രൂപ്പ് എലമെന്റുകളുമായി ചേർന്നാൽ അത് അയണിക് ബോണ്ട് ആയിരിക്കും. അയണിക് ബോണ്ട് ആയിരിക്കും. അയണിക് ബോണ്ട് ആയിരിക്കും. അതായത് നോക്കുക, ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ മാളവികയൊക്കെ ഈ ഇതിലിട്ട് വരയ്ക്കുന്നതൊന്ന് നിർത്തിയിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകൾ, ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകൾ എന്ന് പറയുന്നത് 16, 17, 15 ഗ്രൂപ്പുകളുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് അയണിക് ബോണ്ട് ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. എസ് ബ്ലോക്ക് എലമെന്റും 16, 17, 15 ഗ്രൂപ്പ് എലമെന്റുകളെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. എസ് ബ്ലോക്ക് എലമെന്റും പി ബ്ലോക്ക് എലമെന്റിന്റെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഏത് ബോണ്ട് ആയിരിക്കും? അയണിക് ബോണ്ട് ആയിരിക്കും. അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം, ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകൾക്ക് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണ്. ഹൈ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉള്ള എലമെന്റും ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള എലമെന്റും ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള എലമെന്റും എന്നുമാണ് പറയുന്നത്. അത് ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ള എലമെന്റുകൾ ചേർന്നാൽ ഉണ്ടാകുന്ന അയണിക് ബോണ്ട് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇതിന് രണ്ടിനും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടല്ലോ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് 1.7 കൂടുതലാണ് എങ്കിൽ അവിടെയും അയണിക് ബോണ്ട് ഉണ്ടാവും. ഓർക്കുക, ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകൾ 16, 15, 17 ഗ്രൂപ്പ് എലമെന്റുകളുമായി ചേർന്നാൽ അയണിക് ബോണ്ട് ഉണ്ടാവും. എസ് ബ്ലോക്കിലെയും അല്ലെങ്കിൽ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെ എലമെന്റുകൾ പരസ്പരം കമ്പൈൻ ചെയ്താൽ അയണിക് ബോണ്ട് ഉണ്ടാവും. ഹൈ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉള്ള എലമെന്റും ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള എലമെന്റും ചേർന്നാൽ അയണിക് ബോണ്ട് ഉണ്ടാവും. 1.7 കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസമുള്ള രണ്ട് എലമെന്റുകൾ ചേർന്നാൽ അയണിക് ബോണ്ട് ഉണ്ടാവും. ഇത്രയും പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വയലന്റ് ഫാഷനിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള എലമെന്റുകൾ ഏത് എന്നാണ് ചോദ്യം. വയലന്റ് ഫാഷൻ ഉദ്ദേശിക്കുന്നത് അയണിക് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള എലമെന്റുകൾ എന്നാണ്. അയണിക് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഒന്ന് എസ് ഒന്ന് പിയും ആയിരിക്കണം. അതുപോലെ തന്നെ എസ്സിൽ ഏറ്റവും താഴെ വരുന്ന എലമെന്റ് ആയിരിക്കണം. അതായത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടത്തുള്ളൂ. ഇപ്പൊ ഹൈഡ്രജനും ഹൈഡ്രജൻ വരുമ്പോൾ ഹൈഡ്രജൻ എസ് ബ്ലോക്കിലാണ് വരുന്നത്, ഓക്സിജൻ എന്ന് പറയുന്ന പി ബ്ലോക്ക് ആണ്. പക്ഷെ ഹൈഡ്രജൻ എസ് ബ്ലോക്കിൽ ഏറ്റവും മുകളിൽ വരുന്ന എലമെന്റ് ആണ്, അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ക്ലോറിനും ഫ്ലൂറിനും രണ്ടും ഹാലജൻസ് ആണ്, രണ്ടും 17ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. സോ രണ്ടും പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. രണ്ട് പി ബ്ലോക്ക് എലമെന്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്നത് കോവാലന്റ് കോമ്പൗണ്ട് ആയിരിക്കും. രണ്ട് പി ബ്ലോക്ക് എലമെന്റ്സ് പരസ്പരം ചേർന്നാൽ ഉണ്ടാകുന്നത് കോവാലന്റ് കോമ്പൗണ്ട് ആയിരിക്കും. ഇനി സി ഓപ്ഷൻ എന്ന് പറയുന്നത് മഗ്നീഷ്യവും നൈട്രജനും. മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ രണ്ടാമത് വരുന്ന എലമെന്റ് ആണ്, ടോപ്പിൽ വരുന്ന എലമെന്റ് ആണ്. അതിന് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറവായിരിക്കും. നമുക്ക് എപ്പോഴും ഗ്രൂപ്പിൽ ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പിൽ താഴെയുള്ള എലമെന്റുകൾ 17ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളുമായി ചേരണം, അല്ലെങ്കിൽ 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളുമായി ചേരണം. അപ്പൊ ഇതും വരത്തില്ല, കാരണം മഗ്നീഷ്യത്തിന് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറവാണ്. നൈട്രജന്
നൈട്രജൻ എന്ന് പറയുന്ന പി ബ്ലോക്ക് എലമെന്റ് ആണ്, പക്ഷെ അതിന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഒന്നും ഇല്ല. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വാങ്ങിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഏറ്റവും കൂടുതലുള്ളത് 17ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകൾക്കാണ്. അതിനെപ്പറ്റി ഞാൻ പറയാം, പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇനി അപ്പൊ ഇത് നോക്കുക, ഉത്തരം ഡി ആണ് വരുന്നത്. ഡിയിലെ സീഷ്യ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏറ്റവും താഴെ വരുന്ന എലമെന്റ് ആണ്. അതിന് ഇലക്ട്രോ പോസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ വാങ്ങിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. കാരണം അങ്ങേയറ്റം ഗ്രൂപ്പിൽ 17ാമത്തെ ഗ്രൂപ്പിലാണുള്ളത്. 17ാമത്തെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ 7 ഇലക്ട്രോൺ ആണ് അവസാനത്തെ ഷെല്ലിലുള്ളത്. ഒരെണ്ണോടെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും. അപ്പൊ ഉത്തരം വരുന്നത് സീഷ്യം ആൻഡ് ഫ്ലൂറിൻ എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത്. കാരണം സീഷ്യം is having the highest electropositivity and fluorine is having the highest negative value of electron gain enthalpy. Clear ആണല്ലേ? ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയെ പറ്റിയാണ്. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുമ്പോൾ കളയുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്ന എനർജിയാണ്. എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി എന്നാണ്. ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുമ്പോൾ കളയുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്ന എനർജിയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഡെൽറ്റ എച്ച് ഇ ജി എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി liberated or absorbed when an electron is added to a gaseous neutral atom. Gaseous സ്റ്റേറ്റിൽ ഇരിക്കുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് കളയുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജിയുടെ അളവിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് വിളിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ എക്സ് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ് മൈനസ് ആയി മാറും. എക്സിലോട്ട് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് ആയി മാറും. അപ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഇ ജി എന്ന് പറയുന്നത്. ഡെൽറ്റ എച്ച് ഇ ജി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവും വരാം പോസിറ്റീവും വരാം. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നെഗറ്റീവ് വരാം പോസിറ്റീവ് വരാം. നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഹീറ്റ് എനർജി റിലീസിങ് എന്നാണ് അതിനർത്ഥം. ഹീറ്റ് എനർജി റിലീസിങ് എന്നാണ് അർത്ഥം. ഹീറ്റ് എനർജി റിലീസിങ് എന്നാണ് അർത്ഥം. അതായത് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ആറ്റം ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു എന്നാണ് അർത്ഥം. ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്ന് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ഈസ് അബ്സോർബിങ് എന്നാണ് അർത്ഥം. ഹീറ്റ് എനർജി ഈസ് അബ്സോർബിങ് എന്നാണ് അർത്ഥം. അതായത് ഇലക്ട്രോൺ ഒരു ആറ്റത്തിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ആറ്റം എനർജി എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. ഈ നെഗറ്റീവ് എന്ന് വെച്ചാൽ വേറൊരു അർത്ഥമുണ്ട്. ആറ്റത്തിന് ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ്. ആറ്റം ഈസ് മോർ ലൈക്ലി ടു അട്രാക്ട് ഇലക്ട്രോൺ. മോർ ലൈക്ലി ടു അട്രാക്ട് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ്. മോർ ലൈക്ലി ടു അട്രാക്ട് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ്. ഇലക്ട്രോൺ എന്താൽപ്പി പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആറ്റം ഈസ് നോട്ട് ലൈക്ലി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ എന്നാണ്. ആറ്റം ഈസ് നോട്ട് ലൈക്ലി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ എന്നാണ്. ആറ്റത്തിന് ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒരു താല്പര്യവും ഇല്ല എന്നാണ്. ഇത് തന്നെ പിന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. മോർ നെഗറ്റീവ് ഉണ്ട്, ലെസ് നെഗറ്റീവ് ഉണ്ട്. മോർ നെഗറ്റീവ് ഉണ്ട്, ലെസ് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. മോർ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. ഹൈ അഫിനിറ്റി ടുവേർഡ്സ് ഇലക്ട്രോൺ. ഹൈ അഫിനിറ്റി ടുവേർഡ്സ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട് എന്നാണ് മോർ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഒരു താല്പര്യമൊന്നുമില്ല. അതായത് ലെസ് അഫിനിറ്റി ടുവേർഡ്സ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ചെറിയൊരു താല്പര്യം മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനി പോസിറ്റീവ് വാല്യൂ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഹൈ പോസിറ്റീവ് വാല്യൂ ഉണ്ട്, ലോ പോസിറ്റീവ് വാല്യൂ ഉണ്ട്. ലോ പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ എന്താൽപ്പി അങ്ങനെയൊക്കെ ചില ക്വസ്റ്റ്യനുകളിൽ കാണും. അപ്പൊ ഹൈ പോസിറ്റീവ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് ഇലക്ട്രോൺ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒരു താല്പര്യമില്ലെന്ന്. ഹൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഹൈ റിലക്റ്റൻസ് ടു ഗെയിൻ ഇലക്ട്രോൺ. റിലക്റ്റൻസ് താല്പര്യം ഇല്ലെന്നാണ്. ഹൈ റിലക്റ്റൻസ് ടു ഗെയിൻ ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ഒട്ടും താല്പര്യമില്ല.
ലോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ചെറിയൊരു താല്പര്യക്കുറവുണ്ട് എന്നാണ്. There's a low reluctance to gain electron. ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനിയും നമുക്ക് ഇതിൽ ഇലക്ട്രോൺ ഇത്രയും മനസ്സിലായോ? വേറെ പിള്ളേരൊന്നും മിണ്ടാത്തന്തരേ. ബാക്കിയുള്ളവര് മനസ്സിലായടേ? ഇനിയുണ്ട്. എപ്പോഴും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്, ഇപ്പോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മെറ്റൽസിന് ഹൈ പോസിറ്റീവ് വാല്യൂ ആണ്. മെറ്റൽസ് ഹാവ് ഹൈ പോസിറ്റീവ് വാല്യൂ. ഇലക്ട്രോൺ എൻതാൽപ്പി ഹൈ പോസിറ്റീവ് വാല്യൂ ആണ്. കാരണം മെറ്റൽസിന് ഇലക്ട്രോൺ വാങ്ങിക്കാൻ ഒരു താല്പര്യമില്ല. മെറ്റൽസ് വിൽ ആൾവേസ് ഡൊണേറ്റ് ഇലക്ട്രോൺ. മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോണുകളെ കളയത്തേ ഉള്ളൂ. അപ്പൊ മെറ്റൽസിന് ഹൈ പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. മെറ്റൽസിന് ഹൈ പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. മെറ്റൽസ് ഹാവ് ഹൈ പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. Then halogens have a high negative value of electron gain enthalpy. Halogens have a high negative value of electron gain enthalpy. ഹാലജൻസിന് നെഗറ്റീവ് വാല്യൂ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻസിന് 7 ഇലക്ട്രോണേ ഉള്ളൂ. ഹാലജൻസിന് 7 ഇലക്ട്രോൺ ഉണ്ട്. ഒരെണ്ണോടെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവുകയാണ്. സോ അത് 8 ഇലക്ട്രോൺ ആക്കാൻ ശ്രമിക്കും. സോ ഹൈ അഫിനിറ്റി ടുവേർഡ്സ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണെ വാങ്ങിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. മെറ്റൽസിന് ഹൈ പോസിറ്റീവ് വാല്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോണെ കളയത്തേ ഉള്ളൂ. സോഡിയം ഒരു ഇലക്ട്രോണെ കളഞ്ഞ് Na+ ആവുന്നു. കാൽഷ്യം 2 ഇലക്ട്രോൺ കളഞ്ഞ് Ca2+ ആവുന്നു. പൊട്ടാസ്യം 1 ഇലക്ട്രോൺ കളഞ്ഞ് K+ ആവുന്നു. ഇവിടെ ഇലക്ട്രോണെ കളയാനേ താല്പര്യമുള്ളൂ. ഇലക്ട്രോണെ വാങ്ങിക്കാൻ ഒരു താല്പര്യമില്ല. അപ്പൊ മെറ്റൽസിന് ഹൈ പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ താല്പര്യമായിരിക്കും. പിന്നെ ഒരു സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ്. സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ്. ഇനി പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ ഹാസ് ഹയർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആസ് കമ്പയർഡ് ടു ഫ്ലൂറിൻ. ഫ്ലൂറിനെ അപേക്ഷിച്ച് ഇലക്ട്രോൺ എൻതാൽപ്പി കൂടുതലാണ്. കാരണം സൈസ് ക്ലോറിന് വലുതാണെങ്കിലും വലുതാണ്, ഫ്ലൂറിനേക്കാളും വലിയ സൈസാണ് ക്ലോറിന്. അപ്പോൾ ഇലക്ട്രോൺ എൻതാൽപ്പി കുറയാണ് ചെയ്യേണ്ടത്. പക്ഷെ ക്ലോറിൻ ഹാസ് ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആസ് കമ്പയർഡ് ടു ഫ്ലൂറിൻ. ഫ്ലൂറിനെ അപേക്ഷിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹൈ നെഗറ്റീവ് വാല്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലോറിന് ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിന് ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള കഴിവ് കൂടുതലാണ് ഫ്ലൂറിനെ അപേക്ഷിച്ച്. കാരണം ക്ലോറിന് വലിയ സൈസ് ആയതുകൊണ്ട് അവസാനത്തെ ഷെല്ലിൽ 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഫ്ലൂറിന് കുഞ്ഞു സൈസാണ്. അപ്പൊ അതിലും 7 ഇലക്ട്രോൺ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7. ഇവിടെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഫുൾ ഇലക്ട്രോൺ ഇരിക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ആണ് എല്ലായിടത്തും. ഇപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുമ്പോഴേ നെഗറ്റീവ് ചാർജ് അല്ലേ. അപ്പൊ ഈ ഇലക്ട്രോൺ ഇതിലോട്ട് വരുമ്പോൾ റിപ്പൽഷൻ വരും. ഈ ഇലക്ട്രോണും വരുന്ന സമയത്ത് എന്ത് വരും? റിപ്പൽഷൻ വരും. ഇവിടെയാണെങ്കിൽ ഇലക്ട്രോണിനെ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. കാരണം ഇവിടെ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് ദൂരെയാണ്. അപ്പൊ ഇലക്ട്രോണിനെ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഈസി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ഇലക്ട്രോൺ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആയി മാറുകയാണ്. കാരണം അവസാനമൊക്കെ വരുമ്പോൾ ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള താല്പര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്തോറും ഇലക്ട്രോൺ എൻതാൽപ്പി കൂടി വരികയാണ്. കൂടി എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ കൂടി വരിക. താഴോട്ട് വരുന്തോറും നെഗറ്റീവ് വാല്യൂ കുറയുകയാണ്, പോസിറ്റീവ് വാല്യൂ കൂടി വരികയാണ്. പോസിറ്റീവ് വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ്, നെഗറ്റീവ് വാല്യൂ ഡിക്രീസ് ചെയ്യുക. ഓർത്ത് വയ്ക്കുക. താഴോട്ട് വരുന്നതോറും നെഗറ്റീവ് ഇലക്ട്രോൺ എൻതാൽപ്പി കാണിക്കാനുള്ള സാധ്യത കുറയും. കാരണം താഴോട്ട് വരുന്നതോറും സൈസ് കൂടുകയാണ്, ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള കഴിവ് കുറയും. അപ്പൊ താഴോട്ട് വരുന്നതോറും ഗ്രൂപ്പിൽ മുകളിൽ താഴോട്ട് വരുന്നതോറും നെഗറ്റീവ് വാല്യൂവിന് ഇലക്ട്രോൺ എൻതാൽപ്പിയുടെ നെഗറ്റീവ് വാല്യൂ കാണിക്കാനുള്ള സാധ്യത കുറയുന്നു, പോസിറ്റീവ് വാല്യൂ കാണിക്കാനുള്ള സാധ്യത കൂടുന്നു. ഗ്രൂപ്പ് പീരീഡിൽ ഇടതുനിന്ന് വലത്തോട്ട് പോകുന്നതോറും നെഗറ്റീവ് വാല്യൂ കാണിക്കാനുള്ള സാധ്യത കൂടി വരുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നോക്കുക, ഇലക്ട്രോൺ എൻതാൽപ്പി വേരീസ് അക്രോസ് എ പീരീഡ് ആൻഡ് ഡൗൺ എ ഗ്രൂപ്പ്.
ഇവിടെ എന്താ പറയുന്നത്, എന്താ ഉത്തരം വരുന്നത്? മോർ നെഗറ്റീവ് അക്രോസ് എ പീരീഡ്, ലെസ് നെഗറ്റീവ് ഡൗൺ എ ഗ്രൂപ്പ്. മോർ നെഗറ്റീവ് അക്രോസ് എ പീരീഡ്, അതായത് പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും നെഗറ്റീവ് വാല്യൂ കൂടുന്നു, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും നെഗറ്റീവ് വാല്യൂ കുറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇതിലിപ്പോ ഈസി ആയിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. താഴെ 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള സാധ്യത കൂടിയ ഓർഡറിൽ എഴുതാൻ പറയുകയാണ്. ഇവിടെ ഇപ്പോ 2p5 ഉണ്ട്, ഒരു ഇലക്ട്രോണിന് കിട്ടിയ 2p6 ആവും. ഇവിടെ 2p4 ഉണ്ട്, 2 ഇലക്ട്രോണിനെ കിട്ടിയ 2p6 ആവും. 2p6 ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, സ്റ്റേബിൾ ആവാൻ വേണ്ടി, ഫുള്ളി ഫിൽഡ് ആയി സ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ ആൾറെഡി സ്റ്റേബിൾ ആണ്, സോ ഇലക്ട്രോൺ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം 2p6 ആൾറെഡി ഇലക്ട്രോൺസ് p6 ഇലക്ട്രോൺസ് ഉണ്ട്, സ്റ്റേബിൾ ആണ്, ഇലക്ട്രോൺ വാങ്ങിക്കാനുള്ള സാധ്യത കുറവാണ്. 3s1 ആണ്, അവിടെ ഒരു ഇലക്ട്രോൺ വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ 3s2 ആവും, അത് സ്റ്റേബിൾ ആവും. പക്ഷെ ഇതിന് വലിയ സൈസ് ആണ്, അപ്പൊ വലിയ സൈസ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ബാക്കിയുള്ളതിലെല്ലാം 2p വരെ ഇലക്ട്രോൺ ഉള്ളൂ. ഇതിൽ 3s വരെ 3sലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പൊ 3sൽ ഇലക്ട്രോൺ വാങ്ങിക്കാനായിട്ട് ഇത്തിരി പാടാണ്. ആരെ അപേക്ഷിച്ച് 2p ഓർബിറ്റലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 3s ഓർബിറ്റലിന് ഇലക്ട്രോൺ വാങ്ങിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നോക്കുക, ഇതിൽ ഇലക്ട്രോൺ വാങ്ങിക്കാനുള്ള ഏറ്റവും സാധ്യത കൂടുതൽ ഡിക്കാണ്. കാരണം ഡിക്ക് ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവുക. 2p5 ആണ് ഇരിക്കുന്നത്, ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ സ്റ്റേബിൾ ആവുന്നു. അപ്പൊ ഡി വരുന്ന ഓപ്ഷനുകൾ ഏതൊക്കെ കൊണ്ട് നോക്കുക, സാധ്യത ഇലക്ട്രോൺ വാങ്ങിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് ഡി വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഡി കഴിഞ്ഞിട്ട് പിന്നെ ഇതായിരിക്കും വരുന്നത്, ബി ആയിരിക്കും വരുന്നത്. കാരണം ബിക്ക് 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ p6 ആവും, p6 ആയി കഴിഞ്ഞാൽ അതെന്താവും, സ്റ്റേബിൾ ആവും. അത് കഴിഞ്ഞ് ഈ ഒരു ഇലക്ട്രോൺ വാങ്ങിക്കുന്ന സാധനം വരും, സി വരും. കാരണം അത് ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ 3s1 എന്നുള്ളത് 3s2 ആവും, അത് സ്റ്റേബിൾ ആവും. പക്ഷെ ഇവിടെ ഇലക്ട്രോൺ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ഇത് p6 ആൾറെഡി പിയിൽ ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. പിയിൽ ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അത് ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഉത്തരം വരുന്നത് എ ഓപ്ഷൻ ആണ് അതിൽ ആൻസർ ആയിട്ട് വരുന്നത്, എ ഓപ്ഷൻ. ഡി ഏറ്റവും കൂടുതൽ, അതിനേക്കാളും കുറവ് ബി, അതിനേക്കാളും കുറവ് സി, അതിനേക്കാളും കുറവ് എ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഏതിനാണ് ഏറ്റവും വലിയ സൈസ്? O2 മൈനസ് F മൈനസ് O2 മൈനസ് Mg2 പ്ലസ് Na പ്ലസ്. ഏതിനാണ് ഏറ്റവും വലിയ സൈസ്? എല്ലാത്തിലും 10 ഇലക്ട്രോൺ ആണ് ഉള്ളത്, ഐസോ ഇലക്ട്രോണിക് ആണ്. ഏതിനാണ് ഏറ്റവും വലിയ സൈസ് ഉള്ളത് പറഞ്ഞേ? O2 മൈനസിനാണ് ഏറ്റവും വലിയ സൈസ്. അത് കുറവ് F മൈനസിന്, അതിനേക്കാളും കുറവ് 1 പ്ലസ്, അതിനേക്കാളും സോറി O2 മൈനസിന് ഏറ്റവും ചെറിയ സൈസ് ആണോ? അല്ല, O2 മൈനസിന് ഏറ്റവും വലിയ സൈസ്. O2 മൈനസിന് ഏറ്റവും വലിയ സൈസ്, F മൈനസിന് അതിനേക്കാളും ചെറിയ സൈസ്, Na പ്ലസിന് അതിനേക്കാളും ചെറിയ സൈസ്, Mg2 പ്ലസിന് അതിനേക്കാളും ചെറിയ സൈസ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ബി ആണ്. എപ്പോഴും ഓർക്കുക, മൈനസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് വലിയ സൈസ് ആയിരിക്കും, പ്ലസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും ചെറിയ സൈസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്തത് ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ. The set representing the correct order of first ionization potential. Ionization potential എന്ന് ഉദ്ദേശിക്കുന്നത് അയണൈസേഷൻ എനർജിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അയണൈസേഷൻ എനർജി എന്താണ്? അയണൈസേഷൻ പൊട്ടൻഷ്യൽ, അയണൈസേഷൻ എനർജി, അയണൈസേഷൻ എൻതാൽപ്പി എല്ലാം സെയിം ആണ്. അപ്പൊ ഇതിലിപ്പോ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ്, അയണൈസേഷൻ എനർജിയുടെ കറക്റ്റ് ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ പൊട്ടാസ്യം, സോഡിയം, ലിഥിയം. ഇപ്പൊ ലിഥിയം കഴിഞ്ഞിട്ട് താഴെയാണ് സോഡിയം വരുന്നത്, സോഡിയം കഴിഞ്ഞ് താഴെയാണ് പൊട്ടാസ്യം വരുന്നത്. അപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരികയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും അയണൈസേഷൻ എനർജി കുറഞ്ഞു വരികയാണ്. അതായത് ലിഥിയത്തിനെക്കാളും അയണൈസേഷൻ എനർജി കുറവാണ് സോഡിയത്തിന്, സോഡിയത്തിനെക്കാളും അയണൈസേഷൻ എനർജി കുറവാണ് പൊട്ടാസ്യത്തിന്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? പൊട്ടാസ്യത്തിനാണ് ഏറ്റവും വലിയ അയണൈസേഷൻ എനർജി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോഴേ അത് തെറ്റാണ്. ഇനി ഈ ഓപ്ഷൻ ഡി നോക്കിയാൽ എല്ലാം ഗ്രൂപ്പാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പീരീഡ് മാത്രമേ ഉള്ളൂ. ജെർമേനിയം, സിലിക്കൺ, കാർബൺ. കാർബൺ, സിലിക്കൺ, ജെർമേനിയം. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും സൈസ് കൂടാണ്.
സൈസ് ഏറ്റവും കൂടുതൽ ജെർമേനിയത്തിനാണ്. അപ്പൊ അതിനായിരിക്കണം ഏറ്റവും കുറവ് അയണൈസേഷൻ എനർജി വരേണ്ടത്. ജെർമേനിയത്തിന് ഏറ്റവും കുറവ് അയണൈസേഷൻ എനർജിയാണ് വരേണ്ടത്, പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ അതും തെറ്റാണ്. പിന്നെ ബോറോൺ കാർബൺ നൈട്രജൻ, ബോറോൺ കാർബൺ നൈട്രജൻ പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോവാണ്. ബോറോൺ കഴിഞ്ഞ് കാർബൺ, കാർബൺ കഴിഞ്ഞ് നൈട്രജൻ. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും സൈസ് കുറഞ്ഞു വരികയാണ്. സൈസ് കുറയുമ്പോൾ അയണൈസേഷൻ എനർജി കൂടണം. ബോറോണിനെക്കാളും അയണൈസേഷൻ എനർജി കൂടുതലാണ് കാർബണിന് വരേണ്ടത്. കാർബണിനെക്കാളും അയണൈസേഷൻ എനർജി കൂടുതലാണ് നൈട്രജന് വരേണ്ടത്. കാർബണിനെക്കാളും അയണൈസേഷൻ എനർജി കുറവാണ് നൈട്രജൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാർബണിനെക്കാളും കുറവ് നൈട്രജൻ എന്നാണ് പറഞ്ഞേക്കണേ. സോ ഇതും തെറ്റാണ്. ഇവിടെ നോക്ക്, ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം. ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം. ബെർലിയം ഗ്രൂപ്പിലെ ഏറ്റവും മുകളിൽ, അതിനേക്കാളും കുറവ് താഴെ മഗ്നീഷ്യം, അതിനേക്കാളും കുറവ് താഴെ കാൽഷ്യം. ഗ്രൂപ്പിൽ മുകളിൽ താഴെ വരുന്ന അയണൈസേഷൻ എനർജി കുറയുവാണ്. സോ ബെർലിയത്തിനാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി, അതിനേക്കാളും കുറവാണ് മഗ്നീഷ്യം, അതിനേക്കാളും കുറവാണ് കാൽഷ്യം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഐഡന്റിഫൈ ദ ലീസ്റ്റ് സ്റ്റേബിൾ അയോൺ എമോങ്സ് ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത്? Li മൈനസ് എഴുതി നോക്കാം. ഏതൊക്കെയാ പറഞ്ഞേക്കുന്നത്? Li മൈനസ്, അതേപോലെ തന്നെ Be മൈനസ്, ബി മൈനസ്, സി മൈനസ്. ഇത് ഏതാണ് ലീസ്റ്റ് സ്റ്റേബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. ലിഥിയം ആവുമ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം 1s2s1 ആണ്. അത് ലിഥിയം മൈനസ് ആകുമ്പോൾ ഇതിൽ ഒരു ഇലക്ട്രോടെ കിട്ടുകയാണ്. ഒരു ഇലക്ട്രോടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 1s2s2 ആയിട്ട് മാറും. സോ അത് സ്റ്റേബിൾ ആണ്, കാരണം ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആകുമ്പോൾ സ്റ്റേബിൾ ആവുകയാണ്. ബി, ഹൈഡ്ര, ഹീലിയം, ലിഥിയം, ബെർലിയം 4 വരുന്ന അറ്റോമിക് നമ്പർ. ബെർലിയം ആകുമ്പോൾ 4 വരുന്നത്. 1s2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ബി മൈനസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണോടെ കിട്ടുന്നു എന്നാണ്. അതായത് 1s2 ഒരു ഇലക്ട്രോടെ കിട്ടുന്നു. അപ്പൊ 2s ഇലക്ട്രോൺ കയറത്തില്ല, 2p കയറാൻ പറ്റത്തുള്ളൂ, 2p1. ഇനി ബോറോൺ ആവുമ്പോൾ 5 ഇലക്ട്രോൺ ആണ് വരുന്നത്. 1s2 2s2 2p1 ആണ് വരുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബി മൈനസ് ആവുമ്പോഴോ 1s2 2s2 2p1 എന്നുള്ളത് എന്തായിട്ട് മാറും? 2p2 ആയിട്ട് മാറും. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 1s2 2s2 2p2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിലോട്ട് ഒരെണ്ണോടെ കിട്ടിക്കഴിഞ്ഞാൽ 1s2 2s2 2p3 ആവും. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ലാസ്റ്റ് വരുന്നത് S2 ആണ്, ഇവിടെ ലാസ്റ്റ് വരുന്നത് P1 ആണ്, ഇവിടെ ലാസ്റ്റ് വരുന്നത് P2 ആണ്, ഇവിടെ ലാസ്റ്റ് വരുന്നത് P3 ആണ്. ഇതിൽ ഏതാണ് സ്റ്റേബിൾ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഫുള്ളി ഫിൽഡ് അല്ലാത്തത്, ഹാഫ് ഫിൽഡ് അല്ലാത്തത് എല്ലാം സ്റ്റേബിൾ ആണ്. ഹാഫ് ഫിൽഡോ ഫുള്ളി ഫിൽഡോ അല്ലാത്തത് എല്ലാം സ്റ്റേബിൾ ആണ്. ഇവിടെ ഇപ്പൊ നോക്കുമ്പോൾ S ഓർബിറ്റൽ ഫുള്ളി ഫിൽഡ് ആണ്, സ്റ്റേബിൾ ആണ്. ഇവിടെ നോക്കുമ്പോൾ P ഓർബിറ്റല് ഒട്ടും സ്റ്റേബിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം, അല്ലേ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം. ഓക്കെ, ഇതിലിപ്പോ ഇതും സ്റ്റേബിൾ ആണ്. P3 സ്റ്റേബിൾ ആണ്. P1 ഇതിലിപ്പോ നോക്കുമ്പോൾ ബി മൈനസും അൺസ്റ്റേബിൾ ആണ്. പക്ഷെ ഏറ്റവും വലിയ സൈസ് ഉള്ളതായിരിക്കും ഹൈലി അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. ബി മൈനസ് 2p1 ആണ് ലാസ്റ്റ് വരുന്നത്. ബി മൈനസ് എന്ന് പറയുന്നത് 2p2 ആണ്. 2p1നേക്കാളും അൺസ്റ്റേബിൾ ആണ് 2p2 എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരിക്കും ഹൈലി അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും അൺസ്റ്റേബിൾ ആണ്. ഹൈലി അൺസ്റ്റേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൈസ് ഉള്ള ആളായിരിക്കും ഹൈലി അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഉത്തരം വരുന്നത് ബി മൈനസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? Which of the following values of electron volt per which of the following values in electron volt per atom represents the first ionization energies of oxygen and nitrogen atom respectively? ഓക്സിജന്റെയും നൈട്രജൻ ആറ്റത്തിന്റെയും ഫസ്റ്റ് അയണൈസേഷൻ എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിൽ ഏത് വാല്യൂസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന അയണൈസേഷൻ എനർജി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ആറ്റങ്ങളാണ് നിങ്ങൾക്കുള്ളത്, ഓക്സിജനും നൈട്രജനും ആണുള്ളത്.
നിങ്ങൾക്ക് ഓക്സിജന്റെ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം. ഓക്സിജന്റെ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. ഓക്സിജന്റെ അവസാനം വരുന്നത് 2s2 2p4 എന്നാണ്. നൈട്രജന്റെ അവസാനം വരുന്നത് 2s2 2p3 എന്നാണ്. ഇവിടെ നോക്കുമ്പോൾ പി ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആണ്, ഇവിടെ പി ഓർബിറ്റൽ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ്. പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് ആ കയറുന്നത്. ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ പി ഇവിടെ ഹാഫ് ഫിൽഡ് ആണ്, പി ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അത് സ്റ്റേബിൾ ആണ്. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ സ്റ്റേബിൾ ആണ്. ഇപ്പൊ പിയിൽ 3 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അത് സ്റ്റേബിൾ ആണ്. അതായത് നൈട്രജൻ സ്റ്റേബിൾ ആണ്. ആരെ അപേക്ഷിച്ച്? ഓക്സിജനെ അപേക്ഷിച്ച്. നൈട്രജൻ ഈസ് സ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു ഓക്സിജൻ എന്നാണ്. നൈട്രജൻ സ്റ്റേബിൾ ആണ് ഓക്സിജനെ അപേക്ഷിച്ച്. സോ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് നൈട്രജൻ ഓക്സിജനേക്കാളും കൂടുതലായിരിക്കും. കാരണം ഇത് ഹാഫ് ഫിൽഡ് ആണ്. ഇതെന്ന് പറയുന്നത് മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ളതിനെല്ലാം എപ്പോഴും അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. അപ്പൊ നൈട്രജന് ഓക്സിജനേക്കാൾ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. അയണൈസേഷൻ എനർജി ഹൈ ആയിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം, ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം E/V റേഷ്യോ, അതാണ് അയനൈസേഷൻ എനർജി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റവും കൂടുതലായിരിക്കും. അപ്പൊ നൈട്രജന് അയനൈസേഷൻ എനർജി കൂടി വരുന്ന കേസ് ഏതെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോ നൈട്രജന്റെ വാല്യൂ 14.6, ഓക്സിജൻ ആൻഡ് നൈട്രജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്സിജന്റെ വാല്യൂ ഇതിലാണെങ്കിൽ ഓക്സിജന്റെ വാല്യൂ കൂടുതലാണ്. ഓക്സിജന് 14.6ഉം നൈട്രജന് 13.6ഉം. ഇവിടെയാണെങ്കിൽ ഓക്സിജന്റെ വാല്യൂ 13.6ഉം നൈട്രജന്റെ വാല്യൂ 13.6ഉം രണ്ട് സെയിം വാല്യൂ ആണ്. ഇവിടെ ആണെങ്കിൽ ഓക്സിജന് 14.6ഉം നൈട്രജന് 14.6ഉം രണ്ട് സെയിം വാല്യൂ ആണ്. ഇവിടെ ആണെങ്കിൽ ഓക്സിജന് 13.6ഉം നൈട്രജന് 14.6ഉം. ഓക്സിജനേക്കാളും വാല്യൂ കൂടുതലാണ് നൈട്രജന്. അപ്പൊ ഇത് തന്നെയായിരിക്കും ഏതാന്ന് പറയുന്ന ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? Which of the following statements is incorrect? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നാണ്. ഇത് ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? Li plus ഹാസ് മിനിമം ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കുന്നത്. Li+ന് ചെറിയ സൈസ് ആണ്. സൈസ് ചെറുതാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പൊ ലിഥിയത്തിന് സൈസ് ഏറ്റവും ചെറുത്, ലിഥിയത്തിന് ഏറ്റവും ചെറിയ സൈസ്, ലിഥിയത്തിന് ഏറ്റവും ചെറിയ സൈസ് ആണെങ്കിൽ അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതലായിരിക്കും. ലിഥിയത്തിന് ഏറ്റവും ചെറിയ സൈസ് ആണെങ്കിൽ അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതലായിരിക്കും. അതുപോലെ ഹൈഡ്രേഷൻ എനർജി ഏറ്റവും കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ മിനിമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോയിന്റ് തന്നെ തെറ്റാണ്. കാരണം La+ന് മാക്സിമം അയണൈസേഷൻ എനർജിയാണ് അയണൈസേഷൻ എനർജി മാക്സിമം ഹൈഡ്രേഷൻ എനർജി ഒക്കെയാണ് വരേണ്ടത്. അപ്പൊ ആ പോയിന്റ് തന്നെ തെറ്റാണ്. അപ്പൊ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതെന്നാ ചോദ്യം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണെന്ന് ഓപ്ഷൻ തന്നെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കാം നമുക്ക്. പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് എന്ന് എന്തിനാ വിളിക്കുന്നത്? KO2. ഇത് നമ്മള് വേറെ ഏതാണ് റിഡോക്സ് പഠിപ്പിച്ചപ്പോ അവിടെ പറഞ്ഞായിരുന്നു. പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ്, പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്, ഓക്സിജന്റേത് -1 ആണ്. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, ഓക്സിജന്റേത് -1 ആണ്. സാധാരണ ഓക്സിജന് -2 ആണ്. പക്ഷെ KO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 അല്ല, -½ ആണ്. -½ KO2ല് പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -½ ആണ്. സോഡിയം ഉപയോഗിച്ചാണ് സോഡിയം ലെഡ് അലോയ് ഉണ്ടാക്കുന്നത്. സോഡിയവും ലെഡ് കൂടെ ചേർത്ത് അലോയ് ഉണ്ടാക്കാൻ വേണ്ടി സോഡിയം ഉപയോഗിക്കുന്നത്. അത് കറക്റ്റ് ആണ്. മഗ്നീഷ്യം സൾഫേറ്റ് ഇസ് റെഡിലി സോലുബിൾ ഇൻ വാട്ടർ. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും സൾഫേറ്റിന്റെ സോലുബിലിറ്റി കൂടി വരികയാണ്. അതായത് മഗ്നീഷ്യം സൾഫേറ്റ്, സാധാരണ സൾഫേറ്റുകളൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ പാടാണ്. പക്ഷെ മഗ്നീഷ്യം സൾഫേറ്റ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സാധനം തന്നെയാണ്. അപ്പൊ അത് ഉത്തരം വരുന്ന ഏതാണ്? എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ.
Which of the following statements is false regarding alkali metals? Alkali metals S block elements. S block elementsമായിട്ട് വരുന്നതിൽ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ആൽക്കലി മെറ്റൽസ് ആർ സോഫ്റ്റ്. ആൽക്കലി മെറ്റൽ എന്ന് പറയുമ്പോൾ സോഡിയം പൊട്ടാസ്യം ഒക്കെയാണ്. അതൊക്കെ സോഫ്റ്റ് ആണ്, നമുക്ക് കൈവച്ച് വേണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നൈഫ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും, സോഡിയത്തിനെ കട്ട് ചെയ്യാൻ പറ്റും. അത് ശരിയാണ്. ആൽക്കലി മെറ്റൽ ഡു നോട്ട് ഒക്കർ ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് ഇൻ നേച്ചർ. ആൽക്കലി മെറ്റൽസ് ഇപ്പൊ സോഡിയം എന്ന് പറയുന്ന എലമെന്റ് ഫ്രീ ആയിട്ട് എന്താണ് പ്രകൃതിയിൽ കാണൂല. സോഡിയം ക്ലോറൈഡ് ആയിട്ട് അല്ലെങ്കിൽ സോഡിയം നൈട്രൈഡ് ആയിട്ട് അല്ലെങ്കിൽ സോഡിയം ബ്രോമൈഡ് ആയിട്ട് ആ രൂപങ്ങളൊക്കെ കാണും. ഇപ്പൊ സോഡിയം ഒറ്റയ്ക്ക് പ്രകൃതി കാണില്ല, പൊട്ടാസ്യം ഒറ്റയ്ക്ക് പ്രകൃതി കാണില്ല, ലിഥിയം ഒറ്റയ്ക്ക് പ്രകൃതി കാണില്ല. അത് ഏതെങ്കിലും ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാണപ്പെടുത്തുള്ളൂ. അടുത്ത സി ഓപ്ഷൻ, ആൽക്കലി മെറ്റൽസ് ആർ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്സ്. ആൽക്കലി മെറ്റൽസ് ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആണ്. കാരണം ആൽക്കലി മെറ്റൽസ് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ ആൽക്കലി മെറ്റൽസും ഓരോ ഇലക്ട്രോൺ വെച്ച് കളയുകയാണ്. ഇപ്പൊ സോഡിയം ഒരു ഇലക്ട്രോൺ കളഞ്ഞ് Na+ ആവും, പൊട്ടാസ്യം ഒരു ഇലക്ട്രോൺ കളഞ്ഞ് K+ ആവും, ലിഥിയം ഒരു ഇലക്ട്രോൺ കളഞ്ഞ് La+ ആവും. ഇതെല്ലാം റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ഇലക്ട്രോണുകൾ വീതം കളയുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഫസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാ എലമെന്റുകളും ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആണ് എന്ന് പറയാം. അപ്പം സി ഓപ്ഷൻ ശരിയാണ്. അടുത്തത് ആൽക്കലി മെറ്റൽ ഹൈഡ്രൈഡ്സ് ആർ കോവാലന്റ് ഇൻ നേച്ചർ. ഹൈഡ്രൈഡുകളെ പറ്റി നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ വരുമ്പോൾ അവിടെ പറയും. ഹൈഡ്രൈഡുകൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനുമായി ചേരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സോഡിയം ഹൈഡ്രൈഡ്, പൊട്ടാസ്യം ഹൈഡ്രൈഡ്, കാൽഷ്യം ഹൈഡ്രൈഡ്, മഗ്നീഷ്യം ഹൈഡ്രൈഡ് തുടങ്ങിയ വസ്തുക്കളെല്ലാം അയണിക് സ്വഭാവമുള്ള കോമ്പൗണ്ടുകളാണ്. കോവാലന്റ് അല്ല, അയണിക് സ്വഭാവം. അതായത് ആൽക്കലി മെറ്റലുകളുടെ ഹൈഡ്രൈഡുകളെല്ലാം അയണിക് സ്വഭാവമുള്ള കോമ്പൗണ്ടുകളാണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ഇത് കോവാലന്റ് സ്വഭാവമല്ല, അയണിക് സ്വഭാവമുള്ള ഹൈഡ്രൈഡുകളാണ്. ഹൈഡ്രൈഡുകളെ പറ്റി വിശദമായിട്ട് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ പറയുമ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അടുത്തത് ഇത് നോക്കാം. നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ലിഥിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് ഏതാണ്? അതൊക്കെ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ലിഥിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത്? മഗ്നീഷ്യം. ലിഥിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് മഗ്നീഷ്യം. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. കാണാത്തവർ കാണുക. കാരണം നാളെ പരീക്ഷ ഇടുന്ന സമയത്ത് ഞാൻ ഇതിൽ ഇപ്പൊ പറയാത്ത ക്ലാസ്സിൽ പറഞ്ഞ കുറെ അധികം കാര്യങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ട് എഴുതി പഠിക്കണം. പ്രത്യേകം പറയാണ്, ക്ലാസ് കണ്ട് കാണാത്തവര് ക്ലാസ് കണ്ട് നോട്ട് എഴുതി പഠിക്കണം. കാരണം നിങ്ങളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് അല്ലാതെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഉണ്ട്. ഓക്കെ, ഇനി വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ്, ഇപ്പൊ ഡയഗണൽ റിലേഷൻഷിപ്പ്, ലിഥിയം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന മഗ്നീഷ്യം ആയിട്ടാണ്. അതിനെപ്പറ്റി എന്താണെന്നൊക്കെ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞായിരുന്നു. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ് മാക്സിമം ലാറ്റിസ് എനർജി. ലാറ്റിസ് എനർജി കൂടുതൽ ഏതിനാണ്? ലാറ്റിസ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഒരു ക്രിസ്റ്റലിനകത്ത് ആറ്റങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് ലാറ്റിസ് എന്ന് പറയുന്നത്. ലാറ്റിസിനകത്ത് നിന്ന് ഓരോ പാർട്ടിക്കിളുകളെയും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ലിഥിയം ഫ്ലൂറൈഡ്, ലിഥിയം ക്ലോറൈഡ്, ലിഥിയം ബ്രോമൈഡ്, ലിഥിയം ഹൈഡ്രൈഡ്. ഇപ്പൊ ലാറ്റിസ് എനർജിയുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ലാറ്റിസ് എനർജിയുമായി ബന്ധപ്പെട്ട് ഒരു ലാറ്റിസ് എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്നൊക്കെ പറയും. ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയും. ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ΔH ലാറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യും. എന്താണ് ലാറ്റിസ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാറ്റിസ് എൻതാൽപ്പി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മോൾ സോളിഡ് വസ്തുവിനെ അതിന്റെ ഗ്യാസ് അയോൺസ് ആക്കി മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി. ഒരു മോൾ സോളിഡ് അയണിക് കോമ്പൗണ്ടിനെ അതിന്റെ ഗ്യാഷ്യസ് അയോണുകളാക്കി മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓർക്കുക, ലാറ്റിസ് എൻതാൽപ്പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് എന്നാണ്. സൈസ് കുറയുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി കൂടും. അതുപോലെ തന്നെ ലാറ്റിസ് എൻതാൽപ്പി ഓർ ലാറ്റിസ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. ചാർജ് ഓഫ് പോസിറ്റീവ് അയണിന്റെ ചാർജ് കൂടുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി കുറയും. ഇപ്പൊ സോഡിയം ക്ലോറൈഡും പറയാണ്
അതേപോലെ കാൽഷ്യം ക്ലോറൈഡും പറയുകയാണ്. ഇതിന് ഏതിനാണ് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിസ് എൻതാൽപ്പി കൂടുതൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡിനാണ്. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഉള്ളത് Na+ഉം കാൽഷ്യം ക്ലോറൈഡ് ഉള്ളത് തിരിച്ചാണ്. ആരോ ഇട്ടത് തിരിഞ്ഞു. സോഡിയം ക്ലോറൈഡും കാൽഷ്യം ക്ലോറൈഡും എടുക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഉള്ളത് Na+ഉം കാൽഷ്യം ക്ലോറൈഡ് ഉള്ളത് Ca2+ഉം ആണ്. സോ ഇവിടെ ചാർജ് കൂടുതലാണ്, പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. സോ അതിന് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കും. ഇനി LiCl LiF ഇതിൽ ഏതിനാണ് ലാറ്റിസ് എൻതാൽപ്പി കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് വെച്ച് നമുക്ക് നോക്കാം. സൈസ് വെച്ചിട്ട് ഇപ്പൊ ലിഥിയോ രണ്ട് സ്ഥലത്ത് ലിഥിയാണ് വരുന്നത്. ഫ്ലോറിനേക്കാളും വലിയ സൈസാണ് ക്ലോറിന്. സൈസ് കൂടുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി കുറയുന്നതാണ്. സൈസ് കൂടുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി കുറയും. സോ ഇതിന് ലാറ്റിസ് എൻതാൽപ്പി കുറവായിരിക്കും, ഫ്ലോറിന് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കും. LiBr Lii അയഡിന് സൈസ് കൂടുതലാണ് ബ്രോമിനേക്കാളും. സോ LiIക്ക് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കും. ലാറ്റിസ് എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ് ഉണ്ട്. ലാറ്റിസ് എൻതാൽപ്പിയുടെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. ലാറ്റിസ് എൻതാൽപ്പിയുടെ ഒരു ഓർഡർ ഉണ്ട്. എന്താണ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈവാലന്റ് ഗ്രേറ്റർ ദാൻ ബൈ യൂണിവാലന്റ് ഓർ യൂണിബൈവാലന്റ് which is greater than univalent. അതായത് ഇപ്പൊ മഗ്നീഷ്യം ഓക്സൈഡും തരുന്നു, മഗ്നീഷ്യം ക്ലോറൈഡും തരുന്നു, സോഡിയം ക്ലോറൈഡും തരുന്നു. മഗ്നീഷ്യം ഓക്സൈഡിലുള്ളത് Mg2+ഉം O2- ആണ്. മഗ്നീഷ്യം ക്ലോറൈഡിലുള്ളത് മഗ്നീഷ്യം 2+ഉം ക്ലോറിൻ -ഉം ആണ്. സോഡിയം ക്ലോറൈഡിലുള്ളത് Na+ഉം Cl- ആണ്. നോക്കിയേ, ബൈ വാലൻസ് രണ്ടിന്റെയും ചാർജ് പോസിറ്റീവ് ആയിരിക്കും, 2 പോസിറ്റീവ് ആയിരിക്കും. ബൈ യൂണിവാലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ ചാർജ് 2+ഉം അടുത്തതിന്റെ ചാർജ് 1+ഉം ആയിരിക്കും. അല്ലെങ്കിൽ യൂണിബൈവാലന്റ് ഒരെണ്ണത്തിന്റെ ചാർജ് ആദ്യത്തിന്റെ ചാർജ് 1+ഉം രണ്ടാമത്തെ ചാർജ് 2+ഉം ആയിരിക്കും. യൂണിവാലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ ചാർജ് 1+ഉം രണ്ടാമത്തതിന്റെ ചാർജ് അടുത്ത 1+ഉം ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്ക്, രണ്ട് വിധമാണ് ചാർജ് വരുന്നത്. സോ ബൈവാലന്റ് ആണ്. അതിനാണ് ലാറ്റിസ് എൻതാൽപ്പി വളരെ കൂടുതലാണ്. ഏതിനേക്കാളും ബൈ യൂണിവാലന്റ്. ഇവിടെ പ്ലസ് തന്നെ വരണമെന്നില്ല കേട്ടോ. 2+, 1- അങ്ങനെയാണ്. ആദ്യത്തത് പ്ലസും രണ്ടാമത്തത് മൈനസും ആയി. എന്തായാലും 2, 1 വന്നു കഴിഞ്ഞാൽ അത് ബൈ യൂണിവാലന്റ് ആണ്. യൂണിബൈവാലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2 ചാർജുകൾ 1, 2 എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ നോക്ക് 2, 2 എന്നല്ലേ വന്നേക്കുന്നത്. സോ ബൈവാലന്റ് ആണ്. ഇവിടെ ഇപ്പൊ 2, 1 എന്നല്ലേ വന്നേക്കുന്നത്. അത് ബൈ യൂണിവാലന്റ് ആണ്. ഇവിടെ ഇപ്പൊ 1, 1 എന്നല്ലേ വന്നേക്കുന്നത്. സോ യൂണിവാലന്റ് ആണ്. എപ്പോഴും ബൈവാലന്റിന് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കും. അതിനേക്കാളും കുറവാണ് ബൈ യൂണിവാലന്റ്, അതിനേക്കാളും കുറവാണ് യൂണിവാലന്റ്. അപ്പൊ ഈ ഒരു ഓർഡറും കൂടെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? Yes, sir. sir. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഇപ്പൊ ഏതിനാണ് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലെന്നാണ്? ലിഥിയം ഫ്ലൂറൈഡ്. ഇപ്പൊ എല്ലാത്തിലും ലിഥിയ ഉള്ളത്. ലിഥിയം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അയഡിൻ വരുന്നതിന് വലിയ സൈസാണ്. വലിയ സൈസ് വരുന്ന ഫ്ലൂറിനേക്കാൾ വലിയ സൈസ് ക്ലോറിനേക്കാൾ വലിയ സൈസ് ബ്രോമിനേക്കാൾ വലിയ സൈസ് അയഡിൻ വരുന്നതിന് വലിയ സൈസാണ്. ലാറ്റിസ് എൻതാൽപ്പി കുറവായിരിക്കും. ഫ്ലൂറിൻ വരുന്നതിന് ചെറിയ സൈസാണ്. സോ ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കും. അപ്പൊ LiF ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? Yes, sir. Oh, sir. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ, ഇത് പറയാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റലുകളെല്ലാം ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് എല്ലാം മെറ്റൽസ് ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് S ബ്ലോക്ക് എല്ലാം മെറ്റൽസ് ആയിരിക്കും. P ബ്ലോക്കിലെ ഒരുവിധമുള്ള എല്ലാ എലമെന്റ്സും നോൺ മെറ്റൽസ് ആണ്. അല്ലാത്ത എലമെന്റ്സും ഉണ്ട്. P ബ്ലോക്കിലെ ഒരുവിധമുള്ള എല്ലാ എലമെന്റ്സും നോൺ മെറ്റൽസ് ആയിരിക്കും. പിന്നെ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളോടുണ്ട്. ഒന്ന് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജനുമായി ചേരുന്ന ബൈനറി കോമ്പൗണ്ട് ഓക്സിജനാണ് നമ്മൾ ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. ബൈനറി കോമ്പൗണ്ട് വിത്ത് ഓക്സിജൻ. ബൈനറി കോമ്പൗണ്ട് വിത്ത് ഓക്സിജനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സൈഡ് എന്നുള്ളത്. ബൈനറി എന്ന് വെച്ചാൽ 2 എണ്ണം.
ബൈനറി കോമ്പൗണ്ട് വിത്ത് ഓക്സിജനെയാണ് നമ്മൾ ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്സൈഡുകൾ മൂന്ന്, ആദ്യത്തെ ഒരു ടൈപ്പ് ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് ഓക്സൈഡ്. ബേസിക് ഓക്സൈഡുകൾ എന്ന് പറയുന്നത് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മെറ്റാലിക് ഓക്സൈഡ്. ബേസിക് ഓക്സൈഡ് വിളിക്കുന്ന മറ്റൊരു പേര് മെറ്റാലിക് ഓക്സൈഡ് എന്നാണ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പിലെ മെറ്റൽസ് ഓക്സിജനുമായി ചേരുമുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ബേസിക് ഓക്സൈഡ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പിലെ മെറ്റൽസ് ഓക്സിജനുമായി ചേരുമുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ബേസിക് ഓക്സൈഡ്. ഫോർ എക്സാമ്പിൾ, സോഡിയം ഓക്സൈഡ് Na2O, പൊട്ടാസ്യം ഓക്സൈഡ് Ca2O, കാൽഷ്യം ഓക്സൈഡ് CaO, മഗ്നീഷ്യം ഓക്സൈഡ് MgO, സ്ട്രോൺഷ്യം ഓക്സൈഡ് SrO. ഇതെല്ലാം എന്താണ്? ബേസിക് ഓക്സൈഡുകളാണ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ മെറ്റലുകളും ഓക്സിജനുമായി ചേരുമുണ്ടാകുന്ന എല്ലാ കോമ്പൗണ്ടുകളും ബേസിക് ഓക്സൈഡ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് അതിനെ ബേസിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് വാട്ടറുമായിട്ട് ചേർന്നാൽ ആൽക്കലി ഉണ്ടാവും, ബേസുകൾ അല്ലെങ്കിൽ ആൽക്കലി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ബേസിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സോഡിയം ഓക്സൈഡ് വാട്ടറുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാവും? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. പൊട്ടാസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാവും? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. ഇതെല്ലാം ആൽക്കലിയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രജനും ഉണ്ടാവും, ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നു. അപ്പൊ ഇതെല്ലാം സോഡിയം ഓക്സൈഡ് പൊട്ടാസ്യം ഓക്സൈഡ് എല്ലാം വാട്ടറുമായിട്ട് ചേരുമ്പോൾ ബേസസ് അല്ലെങ്കിൽ ആൽക്കലി ഉണ്ടാകുന്നുണ്ട്. ആൽക്കലി ഉണ്ടാകുന്നത് കൊണ്ട് ഇത് എന്ത് ഓക്സൈഡുകളാണ്? ബേസിക് ഓക്സൈഡുകളാണ്. ക്ലിയർ ആണോ? അത്രയും ക്ലിയർ. അടുത്ത വേറൊരു ഓക്സൈഡ് ഉണ്ട്, അസിഡിക് ഓക്സൈഡ്. അസിഡിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഓക്സൈഡ് ഉണ്ട്. അസിഡിക് ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയും. നോൺ മെറ്റാലിക് ഓക്സൈഡ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റുകൾ, അതായത് പി ബ്ലോക്കിലെ എലമെന്റുകൾ ഓക്സിജനുമായി ചേരുമുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് അസിഡിക് ഓക്സൈഡുകൾ. പി ബ്ലോക്കിലെ എലമെന്റുകൾ ഓക്സിജനുമായി ചേരുമുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് അസിഡിക് ഓക്സൈഡുകൾ. എക്സാമ്പിൾ CO2, NO2, SO2 എക്സെട്ര. ഇതെല്ലാം ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആസിഡ് ഉണ്ടാവും. അപ്പൊ കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് കാർബോണിക് ആസിഡ്. NO2 ആണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് HNO3 നൈട്രിക് ആസിഡ്. SO2 ആണ് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സൾഫ്യൂറസ് ആസിഡ് കിട്ടും, H2SO3. H2SO4 അല്ല, H2SO3, ദാറ്റ് ഈസ് സൾഫ്യൂറസ് ആസിഡ്. ഇങ്ങനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആസിഡ് കിട്ടുന്നതുകൊണ്ടാണ് ഇതിനെ അസിഡിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആസിഡ് കിട്ടുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അസിഡിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. അസിഡിക് ഓക്സൈഡ് ഈസ് അതർവൈസ് കാൾഡ് നോൺ മെറ്റാലിക് ഓക്സൈഡ്. ക്ലിയർ ആണോ? ഇനി വേറൊരു ഓക്സൈഡ് ഉണ്ട്. വേറൊരു ടൈപ്പ് ഓക്സൈഡ് ഉണ്ട്, CO, NO, N2O. ഈ 3 കാര്യങ്ങളെ നമ്മൾ ന്യൂട്രൽ ഓക്സൈഡ് എന്നാണ് വിളിക്കുന്നത്. അത് അസിഡിക് സ്വഭാവവും കാണിക്കത്തില്ല, ബേസിക് സ്വഭാവവും കാണിക്കത്തില്ല. ബേസിക് സ്വഭാവം കാണിക്കത്തില്ലാത്ത 3 ഓക്സൈഡുകൾ CO, NO, N2O ആണ്. പിന്നെ ഉള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് Al2O3. Al2O3 എന്ന് പറയുന്ന ആംഫോട്ടറിക് ഓക്സൈഡ് എന്നാണ് വിളിക്കുന്നത്. അസിഡിക് സ്വഭാവവും കാണിക്കും, ബേസിക് സ്വഭാവവും കാണിക്കും. 2 സ്വഭാവം കാണിക്കുന്ന ഓക്സൈഡ് ആണ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റലുകളെ ഡെൻസിറ്റിയുടെ ഓർഡറിൽ എഴുതുക. എന്ന് പറയും. ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റലുകൾ എന്ന് പറയുമ്പോൾ ലിഥിയം, പൊട്ടാസ്യം, സോഡിയം ഒക്കെ വരും അല്ലെ. ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റലുകളെ ഡെൻസിറ്റിയുടെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ലിഥിയം, പൊട്ടാസ്യം, സോഡിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ആ സൈസിന്റെ ഓർഡറിലല്ല പോണത്, വ്യത്യാസമുണ്ട്. ലിഥിയത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് പൊട്ടാസ്യത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് സോഡിയത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് ആർയുവിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് CS. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസിന്റെ ഡെൻസിറ്റിയുടെ ഓർഡറാണ്. ആൽക്കലൈൻ, ആ 2 ഗ്രൂപ്പാണ് ഡെൻസിറ്റിയുടെ ഓർഡറിൽ എഴുതാൻ പറയുന്നത്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ കണ്ടിട്ടുള്ളൂ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഡെൻസിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് കാൽഷ്യം, മഗ്നീഷ്യം, ബെർലിയം, സ്ട്രോൺഷ്യം, ബേരിയം.
അപ്പോ ഈ സൈസിന്റെ ഓർഡറിലല്ല ഏതിന്റെ ഓർഡർ വരുന്നത്, ഡെൻസിറ്റിയുടെ ഓർഡർ വരുന്ന ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. അതാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. കാൽഷ്യത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ മഗ്നീഷ്യം, മഗ്നീഷ്യത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ ബെർലിയം, ബെർലിയത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ സ്ട്രോൺഷ്യം, സ്ട്രോൺഷ്യത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ ബേരിയം. ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റലാണെങ്കിൽ ലിഥിയത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ പൊട്ടാസ്യം, പൊട്ടാസ്യത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ സോഡിയം, സോഡിയത്തിനേക്കാളും കൂടുതൽ റുബീഡിയം, റുബീഡിയത്തിനേക്കാളും കൂടുതൽ സീഷ്യം. റുബീഡിയം RB ആണ്, RB. ക്ലിയർ ആണോ അവിടെ? sir. Yes, sir. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, നമ്മൾ അയച്ച ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ ആ പോർഷൻസ് അവിടെ കഴിയാണ്.